നൗഷാദേ, നീ എറണാകുളത്ത് ഒപ്പം വന്നേ? 2 ദിവസമായി. എന്താണ് വിശേഷം? വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എങ്ങനെയുണ്ട് നിന്റെ ഓൺലൈൻ ടാക്സി പരിപാടി? കുഴപ്പമില്ല, ഇപ്പൊ വണ്ടികൾ ഒരുപാടായി, അതുകൊണ്ട് ആദ്യത്തെ അത്ര മെച്ചമില്ല. ഇവിടെ ഓട്ടോയ്ക്ക് ഓട്ടം ഭയങ്കര കുറവാണ്. ഒരു കാർ എടുത്തിട്ട് എറണാകുളത്തേക്ക് വന്നാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ഒരു വിധം നിവൃത്തി ഉണ്ടെങ്കിൽ നീ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണ നല്ലത്. ഞാൻ അടക്കമുള്ളൊരു കുറെ ആളുകൾ പെട്ട് കിടക്കാണ്. നീ തെളിച്ചു പറയും. പറഞ്ഞുതരാം. ഇനി ആക്സിലേറ്റർ കൊടുക്കണ? ആ ശരി. പോക്കറ്റ് ടെസ്റ്റ് എടുത്താണേ. ആദ്യമൊക്കെ ഇവർ ഓൺലൈൻ ടാക്സി കമ്പനിക്കാര് കമ്മീഷൻ ഇല്ലാണ്ടാണ് ഈ പരിപാടി തുടങ്ങിയത്. പിന്നെ പിന്നെ കുറച്ചായിട്ട് കമ്മീഷൻ അടിക്കാൻ തുടങ്ങി. ഇപ്പൊ 30% കമ്മീഷനും 5% ടാക്സും പിടിച്ചിട്ടാണ് നമുക്ക് വാടക കിട്ടുന്നത്. മൊത്തം 35% പിടിക്കേ. അപ്പൊ 1000 റുപ്യക്ക് വണ്ടി ഓടിയാ 350 റുപ്യ അവർക്കും 650 റുപ്യ നമുക്കും അല്ലേ? ഈ കിട്ടുന്ന 650 നമുക്ക് എന്തൊക്കെ ചെലവുണ്ട്? പെട്രോള്, വണ്ടിയുടെ മെയിൻ്റനൻസ്, ടാക്സ്, ഇൻഷുറൻസ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ചെറിയൊരു പൈസയാണ് നമ്മുടെ കൂലി. ശരിക്കും പറഞ്ഞാൽ അവിടെ വലിയൊരു തട്ടിപ്പാ നടക്കണില്ലേ? ഇതിലേറ്റവും രസമുള്ള കാര്യം എന്താണെന്നറിയോ? ഈ കമ്പനികളിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഡ്രൈവർമാരില്ലേ, അവർക്ക് 2-3 മാസം നല്ല ഓട്ടം കൊടുക്കും ഈ പറഞ്ഞ കമ്പനികൾ. എന്തിനാണെന്നറിയോ? അവരിനെയും കൊണ്ട് ഒരു പുതിയ വണ്ടി എടുപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണത്. പിന്നെ ആ വണ്ടിന്റെ EMI തീരുന്നവരെ അവർ ആ കമ്പനിന്റെ കീഴിൽ തന്നെയാണല്ലോ ഓടുക. ഇതൊന്നും അറിയാണ്ട് എത്ര പാവങ്ങളല്ലേ പെട്ടുപോണത്.